ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പമുള്ളത് ലക്ഷറി ഇലക്ട്രിക് റോഡ്സ്റ്ററായ MG സൈബസ്റ്റർ ആണ്. JSW MG കൂട്ടുകെട്ടിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന അവരുടെ ലക്ഷറി ചാനലായിട്ടുള്ള MG സെലക്റ്റിലൂടെ രണ്ടാമതായി ഇന്ത്യയിലേക്ക് എത്തുന്ന വാഹനമാണ് MG സൈബസ്റ്റർ. MG സൈബസ്റ്ററിനൊപ്പം ബുത്ത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ വെച്ചിട്ടുള്ള ഒരു ട്രാക്ക് എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെയും മോഹിപ്പിക്കുന്ന ഡിസൈൻ മികവും അതുപോലെ തന്നെ പെർഫോമൻസുമുള്ള ഈ വാഹനം MG മോട്ടോർ ഇന്ത്യ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് 74.99 lakhsനാണ്. ഇത് ശരിക്കും കൺവെർട്ടബിൾ റൂഫുള്ള ഒരു വാഹനമാണ്. അതേപോലെ നിങ്ങൾക്ക് കാണാം സിസേഴ്സ് ഡോർസ്, അതായത് വളരെ ഡ്രമാറ്റിക് ഒരു ഭാവം നൽകുന്ന അല്ലെങ്കിൽ വളരെ കൗതുകം തോന്നിക്കുന്ന ഇതിൻ്റെ ഡോറുകൾ മുകളിലേക്കാണ് ഇങ്ങനെ പൊങ്ങുന്നത്. അപ്പം ഇത്തരത്തിൽ സിസേഴ്സ് ഡോർസ് ഉള്ള അതുപോലെ തന്നെ കൺവെർട്ടബിൾ റൂഫുള്ള ഈ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് റോഡ്സ്റ്ററാണ് MG സൈബസ്റ്റർ. MG സൈബസ്റ്ററിന് മറ്റ് പ്രത്യേകതകളൊക്കെ തന്നെയുമുണ്ട്. ഇത് MGയിൽ നിന്നുള്ള ഏറ്റവും വേഗത കൂടിയ വാഹനമാണ്. അതായത് 3.2 സെക്കൻഡ് കൊണ്ട് 0 നിന്ന് 100 കിലോമീറ്റർ കീഴടക്കാൻ ഈ വാഹനത്തിന് പറ്റും. ഇതിൻ്റെ ഉയർന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ ആണ്. ഇതിലേക്ക് വരുന്നത് ഡ്യുവൽ ഇലക്ട്രിക് മോട്ടറാണ്. അപ്പം ഒരു രക്ഷയുമില്ലാത്ത റൈഡിംഗ് കംഫർട്ട്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ഹാൻഡ്ലിംഗ്. നമ്മളിപ്പോൾ ഈ ബുത്ത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലൂടെ ഒരുപാട് തരം രീതിയിൽ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിച്ചു. അപ്പോൾ കോർണറിംഗ് സ്റ്റെബിലിറ്റി ആണെങ്കിലും ഇതിൻ്റെ റൈഡിംഗ് ക്വാളിറ്റി ആണെങ്കിലും റൈഡിംഗ് കംഫർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ആണെങ്കിലും ഒക്കെ ഒരു രക്ഷയുമില്ല. ടോപ്പ് സ്പീഡ് 200 കിലോമീറ്റർ ആണെങ്കിലും 185 വരെ എത്താൻ സാധിച്ചു. അപ്പോൾ നമ്മളുടെ കൂടെ ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 185 മുകളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ 3.2 സെക്കൻഡ്സ് കൊണ്ട് 100 കിലോമീറ്റർ സ്പീഡിൽ എത്താനും സാധിച്ചു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് കേപ്പബിലിറ്റിയെ കുറിച്ചാണ് പറയേണ്ടത്. 100 കിലോമീറ്റർ വേഗതയിൽ ഈ വാഹനം പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്താൽ 33 മീറ്ററിനുള്ളിൽ തന്നെ ഈ വാഹനം സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് 0-ലെത്തും. ഡ്യുവൽ ഇലക്ട്രിക് മോട്ടറാണ് ഈ വാഹനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു പവർ 510 HP ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 725 ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു രക്ഷയുമില്ലാത്ത ഇനിഷ്യൽ ആക്സിലറേഷനാണ് ഈ വാഹനത്തിന് നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും ആരെയും ഇംപ്രസ് ചെയ്യുന്ന നമ്മളൊരു ശരിക്കും ഇതിൻ്റെ ഒരു ത്രിൽ ഫൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്പോർട്സ് കാർ സ്വഭാവമുള്ള ഇത്രയും ലോ സ്റ്റാൻഡ്സിലുള്ള ഒരു വാഹനം ഓടിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. അതും നമ്മുടെ ബുത്ത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലെ ട്രാക്കിലൂടെ ഓടിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതുവരെ പോയിട്ടില്ല എന്ന് പറയാം. അപ്പം വാഹന നിർമ്മാതാക്കൾ പറയുന്നതും ഡ്രൈവിംഗ് ഫൺ ആസ്വദിക്കൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഹെൽമെറ്റൊക്കെ ധരിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് അത് നമുക്ക് ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഉള്ള കുറേ ലാപ്പുകളാണ് ഇതിനകത്തൂടെ നടന്നത്. ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് MG സൈബസ്റ്ററിനൊപ്പമുള്ളത്. ഫോർമുല 1 എഞ്ചിനീയറിംഗ് ലെജൻഡ് മാർക്കോ ഫെനലോ ട്യൂൺ ചെയ്ത റോഡ്സ്റ്ററാണ് MG സൈബസ്റ്റർ. ഏഷ്യയിലെ ഏറ്റവും വേഗത്തിൽ ആക്സിലറേഷൻ കൈവരിക്കാൻ പറ്റുന്ന സ്പോർട്സ് കാർ എന്ന റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ് MG സൈബസ്റ്റർ. ഇന്ത്യയിൽ വെച്ചാണ് ഈ ഒരു ടെസ്റ്റ് നടന്നത്. രാജസ്ഥാനിലെ സംബാർ നദിക്കരയിലൂടെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുപാടങ്ങളുള്ളത് ഈ ഒരു നദിക്കരയിലാണ്. അതിലൂടെയാണ് വാഹനം ഓടിച്ച് 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്താൻ എടുത്തത്. അതായത് ബെസ്റ്റ് ലോഞ്ച് കൺട്രോൾ ഉള്ള വാഹനം എന്ന ഒരു റെക്കോർഡ് നേടിയത് MG സൈബസ്റ്റർ. MG സൈബസ്റ്ററിന്റെ അസാധ്യമായിട്ടുള്ള ബ്രേക്കിംഗ് കേപ്പബിലിറ്റിയെ കുറിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 4 പിസ്റ്റൺ കാലിപ്പർ ആണ് ഇതിനകത്തേക്ക് നൽകിയിരിക്കുന്നത്. ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് MG സൈബസ്റ്റർ. 62-38 എന്ന പവർ സ്പ്ലിറ്റ് അനുപാതമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. മികച്ച ഗ്രിപ്പിനും ഹാൻഡിലിങ്ങിനും ഒക്കെ സാധ്യമാകുന്നത് ഈ ഒരു ബെസ്റ്റ് പവർ സ്പ്ലിറ്റ് കാരണമാണ്. അതേപോലെ ഇതിനകത്ത് വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ 50-50 എന്ന
അനുപാതത്തിലാണ് നൽകിയിരിക്കുന്നത്. വളരെ പ്രിസൈസായ കൺട്രോൾ വാഹനത്തിൽ ലഭിക്കുന്നതിലെ പ്രധാന കാരണം ഈ ഒരു 50-50 വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അനുപാതമാണെന്ന് തന്നെ പറയാം. 4 ഡ്രൈവ് മോഡിൽ കംഫർട്ട്, കസ്റ്റം, സ്പോർട്സ്, സൂപ്പർ സ്പോർട്സ് എന്നിങ്ങനെ 4 മോഡുകളാണുള്ളത്. ഇതിൽ സൂപ്പർ സ്പോർട്ട് മോഡിൽ ഇട്ടിട്ടാണ് ഈ വാഹനത്തിൻ്റെ ലോഞ്ച് കൺട്രോൾ ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്തത്. 77 kW അവറിലുള്ള ബാറ്ററി പാക്കാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ഏറ്റവും സ്ലിമ്മസ്റ്റ് ബാറ്ററി എന്നാണ് അവർ പറയുന്നത്. 110 mm മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ARAI സർട്ടിഫൈഡ്. ഇതിൻ്റെ ഒരു റേഞ്ച് 580 കിലോമീറ്റർ ആണ്. 144 kW DC ചാർജർ 10% നിന്ന് 80% ചാർജ് എത്താൻ വെറും 40 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. ശരിക്കും പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന ഒരു വാഹനമാണിത്. MGയുടെ ഒരു ലെഗസി, 100 ഇയേഴ്സ് ലെഗസിയിൽ അവരവരുടെ ഒരു 101ാമത്തെ വർഷം, 100 വർഷം കംപ്ലീറ്റ് ചെയ്ത ബ്രിട്ടീഷ് ഐക്കോണിക് ബ്രാൻഡ്. അവരുടെ ഒരുപാട് റോഡ്സ്റ്റേഴ്സ് ഇറക്കി, സ്പോർട്സ് കാറുകൾ ഇറക്കി. ഹിസ്റ്ററിയിൽ ഇടം പിടിച്ച MG എന്ന ബ്രിട്ടീഷ് ഐക്കോണിക് ബ്രാൻഡ് വളരെ പ്രൗഡായിട്ട് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജിയും അതേപോലെ അവരുടെ ഒരു ട്രഡീഷണൽ സ്വഭാവവും കൂടി കമ്പൈൻ ചെയ്ത് പുതിയ കാലത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഇലക്ട്രിക് റോഡ്സ്റ്ററാണ് MG സൈബസ്റ്റർ എന്ന് തീർച്ചയായിട്ടും പറയാം. 1962 പുറത്തിറക്കിയ MG-Bയുടെ ഒരു പുത്തൻ കാലത്തിൻ്റെ ഡിസൈൻ പതിപ്പ്, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഒരു ലെഗസി നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള ഒരു വാഹനമാണ് MG സൈബസ്റ്റർ. അവരുടെ 100 വർഷം, അതായത് MG ബ്രാൻഡിൻ്റെ 100 വർഷം പിന്നിടുന്ന ഈ ഒരു സമയത്ത് അവർ പ്രൗഡായിട്ട്, അതായത് പുതിയ കാലത്തിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഇലക്ട്രിക് റോഡ്സ്റ്ററാണ്. MG സൈബസ്റ്റർ എത്തുന്നത് 4 ബോഡി കളറിലാണ്. 2 വ്യത്യസ്തമായ റൂഫ് ടോപ്പ് കളേഴ്സിലും, അതായത് ബ്ലാക്കിലും വരുന്നുണ്ട്, റെഡിലും വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ കൗതുകം തോന്നുന്നത് ഈ റെഡ് കൺവേർട്ടബിൾ റൂഫിൻ്റെ ഒരു കോമ്പിനേഷനിലാണ്. ഈ റൂഫ് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് വെക്കാനും പറ്റും. അത് ജസ്റ്റ് 10 സെക്കൻഡ് സമയം മതി. മറ്റൊരു പ്രത്യേകത കൂടി പറയാനുള്ളത്, 50 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിലും MG സൈബസ്റ്റർ ഓടുന്നതെങ്കിലും ആ സമയത്ത് പോലും നമുക്ക് ഇതിൻ്റെ റൂഫിനെ വളരെ സേഫായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ജസ്റ്റ് 10 സെക്കൻഡ് മതി. സെക്കൻഡുകളുടെ കണക്കാണ് MG സൈബസ്റ്ററിന് പറയാനുള്ളത്. ബ്രിട്ടീഷ് ഐക്കോണിക് ബ്രാൻഡായ MG ഇന്ത്യയിലേക്ക് വന്നിട്ട് 6 വർഷങ്ങൾ പിന്നിടുന്നു. ദ ഫസ്റ്റ് ഇന്റർനെറ്റ് കാർ എന്ന ടാഗ് ലൈനോടുകൂടി വാഹനം അവതരിപ്പിച്ചു. 6 വർഷം പിന്നിട്ടിട്ട ശേഷം പിന്നീടുള്ള അവരുടെ ഒരു വളർച്ചയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്തതാണ്. ഈ അടുത്ത കാലത്തായി, കഴിഞ്ഞ വർഷം JSW MG കൂട്ടുകെട്ടുണ്ടായി. JSW MG മോട്ടോർ ഇന്ത്യ എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേരെന്ന് പറയാം. ഇന്ത്യയിലെ വലിയ ബിസിനസ് ഗ്രൂപ്പായ JSW അല്ലെങ്കിൽ ജിന്ദാൽ ഗ്രൂപ്പുമായി ചേർന്ന ശേഷം JSW MG മോട്ടോർ ഇന്ത്യ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. അതിനുശേഷം ഉള്ള ഈ ബ്രാൻഡിൻ്റെ വളർച്ച വലിയ രീതിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് SUV എന്ന നിലയിലേക്ക് MG വിൻസർ ജൈത്രയാത്ര തുടരുകയാണ്. 1924 MG എന്ന ബ്രിട്ടീഷ് ഐക്കോണിക് ബ്രാൻഡ് രൂപീകൃതമായത്. ഒരു സെഞ്ച്വറി ലോങ് ലെഗസിയാണ് ഈ വാഹന ബ്രാൻഡിന് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ലെഗസിയുള്ള ഈ ഒരു ബ്രാൻഡ് പുതിയ കാലത്തിൽ ഒരു ഇലക്ട്രിക് റോഡ്സ്റ്റർ അവതരിപ്പിക്കുമ്പോൾ പഴയ കാലത്തെ കുറേ സ്വഭാവങ്ങളും അവരുടെ ലെഗസി നിലനിർത്തി, ട്രഡീഷൻ നിലനിർത്തി, ആധുനിക കാലത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ഈ വാഹനമെന്ന് ഇതിൻ്റെ ലുക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. MG സൈബസ്റ്ററിൻ്റെ ഓരോ കർവിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ ഫിലോസഫിയെ ഇലക്ട്രിഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റും. നൊസ്റ്റാൾജിക് ചാമും അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജിയുടെയും കൂടെ ഒരു ഫ്യൂഷനാണ് ഇതിലെ ഓരോ എലിമെൻറ്റും. ലെജൻഡ് റീബോൺ എന്നാണ് MG മോട്ടോർ ഇന്ത്യ പറയുന്നത്. ഓട്ടോമോട്ടീവ് ഇന്നോവേഷൻ്റെ ഏറ്റവും മികച്ച ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് MG സൈബസ്റ്ററിനെ കാണാം. ശരിക്കും ഇത് MGയുടെ റോഡ്സ്റ്ററിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ശരിക്കും MG സൈബസ്റ്റർ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. 5
530 ദിവസങ്ങൾ എടുത്തിട്ടാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇത് എത്രത്തോളം മികച്ച സൗന്ദര്യമുള്ളൊരു വാഹനമാണെന്ന് നമുക്കിതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സ്പോർട്സ് കാർ ഹെറിറ്റേജ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജിയുമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുവന്ന ഇലക്ട്രിക് റോഡ്സ്റ്റർ ആണ് MG സൈബസ്റ്റർ എന്നുള്ളത്. മറ്റൊന്ന് ശരിക്കും റൂഫ് കൺവെർട്ടബിൾ റൂഫും അതുപോലെ തന്നെ സിസേഴ്സ് ഡോർസും ഒരുമിച്ച് വരുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് റോഡ്സ്റ്റർ കൂടിയാണ് MG സൈബസ്റ്റർ. ഈ വാഹനത്തിന്റെ ഡോർ ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ടു 76 ഡിഗ്രി ആണ്. ഇതിന്റെ റൂഫ് എന്ന് പറഞ്ഞാൽ കൺവെർട്ടബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ശരിക്കും ക്ലോത്ത് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഡിസൈൻ മികവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് ഈ സ്പോർട്സ് കാറിനെ കാണാം. വളരെ സേഫായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഈ സിസേഴ്സ് ഡോട്ട്സിനുള്ളത്. ശരിക്കും 2 റഡാറുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ നമുക്ക് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നത്. വന്ന MG Bയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് കാലോചിതമായി ഡിസൈൻ ചെയ്തതാണ് MG സൈബസ്റ്റർ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ MG Bയുടെ മുൻഭാഗത്ത് കൂടുതൽ ഡിസൈൻ മികവ് കൊണ്ടുവന്നിരിക്കുകയാണ് ശരിക്കും MG സൈബസ്റ്ററിനെ. MG സൈബസ്റ്ററിൻ്റെ ഫ്രണ്ട് ഫാസിനെ എന്ന് പറഞ്ഞാൽ ഒരു കൗതുകമാണ്. അപ്പോൾ ഇതിൽ MG Bയുടെ ഈ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഇവിടെ ഈ ഫ്രണ്ട് ഗ്രിൽ, ഇത് ശരിക്കും ഒരു വാട്ടർഫോളിൻ്റെ രൂപത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെയർ ഡാം ഈ വാഹനത്തിൻ്റെ ശരിക്കും എയറോഡൈനാമിക്സിനെ ഒരുപാട് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പെർഫോമൻസിന് ഒരുപാട് ഗുണം ചെയ്യുന്നു. കാരണം ഈ എയർ ഇൻടേക്ക് ഇതിൻ്റെ ബാറ്ററിയെയും മോട്ടറിനെയും ഒക്കെ കൂൾ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നു. വളരെ വ്യത്യസ്തമായി 2 ലെയറായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക. ഇവിടെയും ഒരു ഫ്രണ്ടിലെ ഒരു ലിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ലോ സ്റ്റാൻഡ്സിലുള്ള ഒരു വാഹനമാണ് MG സൈബസ്റ്റർ. എന്തായാലും ഈ ഒരു കർവുകൾ, അതായത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ബോണറ്റാണ് ഇവിടെ കാണുന്നത്. ഒരു വാഹനം ഇത്രയും മികച്ച പെർഫോമൻസ് കൈവരിക്കണമെങ്കിൽ അതിൻ്റെ ടയറുകളും അലോയ് വീലും എല്ലാം അത്രയേറെ മികച്ചതായിരിക്കണം. എന്തായാലും MG സൈബസ്റ്ററിൻ്റെ ഈ ഒരു ടയറുകളും അതിൻ്റെ അലോയ് വീലും എല്ലാം തന്നെയും എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ്. 20 ഇഞ്ച് അലോയ് വീലാണ്. ഇതിൻ്റെ ഒരു എയർ കോഎഫിഷ്യൻറ്റ് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എയറോഡൈനാമിക്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ CE അതായത് കോഎഫിഷ്യൻ്റ് ആണ് ഇതിനകത്തേക്ക് ഉള്ളത്. അത് 0.26 ആണ് എന്നും വാഹന നിർമ്മാതാക്കൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. 20 ഇഞ്ച് അലോയ് വീലുള്ള ഈ വലിയ ടയറുകൾക്ക് ഈ വാഹനത്തിന്റെ പെർഫോമൻസിലെ നിർണായക പങ്കാണ്. സാധാരണ വാഹനങ്ങളിലെല്ലാം നമ്മൾ സ്പോയിലറിനെ കുറിച്ച് പറയും, ഇത് റിയറിലാണ് പറയാറുള്ളത്. MG സൈബസ്റ്ററിന് ഇവിടെ ഒരു ഫ്രണ്ടിലായിട്ട് ഈ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു എയറോഡൈനാമിക്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. വാഹനം അതിവേഗത്തിൽ പോകുമ്പോൾ ശരിക്കും ഇതിന്റെ ഒരു എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെ കൂളിംഗ് പെർഫോമൻസിനും ഫ്രണ്ടിലെ ഈ ഒരു സ്പോയിലർ ഗുണം ചെയ്യുന്നു എന്ന് പറയാം. MG സൈബസ്റ്ററിന്റെ ഹെഡ്ലൈറ്റുകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. ഐ ഓഫ് ദ സ്റ്റോം എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വളരെ മികച്ച ഒരു ഡിസൈൻ LED ഹെഡ്ലൈറ്റുകളാണ്. ഇങ്ങനെ സൈഡ് പ്രൊഫൈലിലേക്ക് കയറി കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ശരിക്കും കണ്ണിൻ്റെ തന്നെ ഒരു ആകൃതിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഹെഡ്ലൈറ്റുകൾ ഡിസൈൻ മികവിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. മുൻഭാഗം പോലെ തന്നെ കൗതുകം തോന്നുന്ന ഒന്നാണ് MG സൈബസ്റ്ററിൻ്റെ റിയർ കാഴ്ച. ഇതുവരെ നമ്മൾ കണ്ട ഡിസൈനുകൾ ഒന്നുമല്ല, മൊത്തത്തിൽ ഇതങ്ങനെ തന്നെയാണ്. എന്നാലും ഇതിൻ്റെ റിയർ കാഴ്ചയെക്കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട്. ശരിക്കും ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ടെയിൽ ഹെൻഡാണ് ഈ കാണുന്നത്. ശരിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ആരോ ഷേപ്ഡ് DRLs, ഇവിടെ ഒരു കണക്റ്റഡ് DRLs ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയായിട്ടും വരുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ശരിക്കും നമ്മൾ താറാവിൻ്റെ വാൽഭാഗം കാണും, എലിവേറ്റഡ് ഡക്ടെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോയിലറെ അവർ പറയുന്നത് എലിവേറ്റഡ് ഡക്ടെയിൽ പോലെ, ഇത് കുറച്ച് മുകളിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ വളരെ കൗതുകമുള്ള രീതിയിലാണ് ഇതിൻ്റെ പിൻ കാഴ്ച എന്ന് തീർച്ചയായിട്ടും പറയാം. ഇവിടെയായിട്ട് ഗ്ലോസി ബ്ലാക്ക്
ബ്ലാക്കിലായിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. ഈ ഒരു കളറിൽ ഈ വാഹനത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഇതിനകത്തേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ സെൻസേഴ്സും ക്യാമറകളും എല്ലാം തന്നെയും ഇവിടെയായിട്ട് നമുക്ക് കാണാം. എന്തായാലും എല്ലാ അർത്ഥത്തിലും സ്ലീക്കായ വളരെ ഡിസൈൻ മികവുള്ള അഗ്രസീവായിട്ടുള്ള ഒരു റിയർ കാഴ്ചയാണ് MG സൈബസ്റ്ററിൻ്റെത്. അപ്പം ഇതിൻ്റെ റൂഫ് ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാക്കിലാണ് എന്നുള്ളത്. അപ്പോൾ ഇത് കൺവെർട്ടബിൾ റൂഫാണ്. ഇവിടെ വരെയാണ് ഈ റൂഫ് വരിക. ഇത് ശരിക്കും ക്ലോത്തിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു. ഡിസൈൻ എക്സലൻസിൻ്റെ ഒരു മികച്ച ഉദാഹരണമായിട്ട് തീർച്ചയായിട്ടും MG സൈബസ്റ്ററിനെ നമുക്ക് പറയാം. ഇത് ലിമിറ്റഡ് സ്ലോട്ടുകളായിട്ട് പൂർണ്ണമായിട്ട് CBU യൂണിറ്റ്, അതായത് കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റ് ആയിട്ട് ഇറക്കുമതി ചെയ്യുന്ന വാഹനമാണ്. അപ്പം ഇന്ത്യയിൽ ഈ വാഹനം വിൽക്കുന്ന നമ്പേഴ്സിന് പരിധിയുണ്ട് ഇവിടുത്തെ നിയമപ്രകാരം. അപ്പോൾ ഓഗസ്റ്റ് 10 മുതൽ ഇന്ത്യൻ റോഡുകളിലേക്ക് ഈ വാഹനം എത്തും. അപ്പോൾ ഇവിടുത്തെ എത്ര സെലിബ്രിറ്റികളും എത്ര സമ്പന്നരുടെയും കൈവശം ഈ വാഹനം ഉണ്ടെന്ന് നമുക്ക് അപ്പോൾ കാണാം. കേരളത്തിൽ ശരിക്കും MG സെലക്റ്റിൻ്റെ ഷോറൂമുണ്ട്. അത് കൊച്ചിയിലാണ് വരുന്നത്. ഓഗസ്റ്റ് 22, 2025 ആ ഷോറൂമിൻ്റെ ഉദ്ഘാടനവും നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഞെട്ടിപ്പോകും. ഇന്ത്യയിലെ 11 നഗരങ്ങളിലായിട്ട് 14 MG സെലക്ട് എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ആണ് JSW MG മോട്ടോർ ഇന്ത്യ തുറക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ 11 എണ്ണവും വെറും 2 ആഴ്ച കൊണ്ട് അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ കൊച്ചിയിലെ കാര്യം ഞാൻ പറഞ്ഞു. ഓഗസ്റ്റ് 22 ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ചില നഗരങ്ങളിലൊക്കെ 2 JSW MG കൂട്ടുകെട്ടിൻ്റെ MG സെലക്ട് എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ലക്ഷറി കാർ സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ശരിക്കും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതോടുകൂടിയിട്ട്. നേരത്തെ ഗോൾഫ് GTI വന്നു. അതിലോട്ട് ഇറങ്ങുന്നതിന്, വാഹനം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കൊണ്ടുപോയി. വീണ്ടും ഒരു 100 യൂണിറ്റ് കൂടി വരാൻ പോവുകയാണ്. ഇന്ത്യൻ ബയേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഇങ്ങനെ ഈ ലക്ഷറി കാറുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ലോ സ്റ്റാൻഡ്സിലുള്ള ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് MG സൈബസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാർ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഓടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കടന്നിരുന്ന ശേഷം ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഇലക്ട്രോണിക്കലി ഈ ഡ്രൈവർ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റിയറിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. എനിക്ക് റോഡ് ക്ലിയറൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മെറ്റൽ പെഡൽസ്, അതായത് ബ്രേക്ക് പെഡലും ആക്സിലേറ്റർ പെഡലും എല്ലാം മെറ്റലാണ്. ഇവിടെയും മെറ്റലിൻ്റെ ഒരു എലിമെന്റ് കാണാം. ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ എന്ന് വെച്ചാൽ ഒരു രക്ഷയുമില്ല. ഇതിനകത്തേക്ക് ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. അപ്പം വേഗതയൊക്കെ നമുക്ക് കൈവരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു 185 കിലോമീറ്റർ സ്പീഡ് വരെ പോകാനാണ് എനിക്ക് സാധിച്ചത്. അപ്പോൾ ഇതിൽ ഓരോ സ്വിച്ചസും ഈസി ആയിട്ട് ജസ്റ്റ് ഒരു ടച്ചിലൂടെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്ക്. ഇത് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വാഹനം റെഡിയാണ്. ഇതിനകത്തേക്ക് 4 ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. അതേപോലെ പറയാനുള്ളത് കൺവെർട്ടബിൾ ഇലക്ട്രിക് റൂഫാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റൂഫ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ എങ്ങനെ ആക്കിയാൽ മതി, റൂഫ് ക്ലോസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഒരു പ്രസ് മതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 50 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം പോകുന്നതെങ്കിൽ പോലും ജസ്റ്റ് 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ക്ലോസ് ആകും, ഓപ്പൺ ആകും. മറ്റൊന്ന് ഇലക്ട്രിക് സിസേഴ്സ് ഡോർസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കൗതുകം. അതിലൊരു വൗ ഫാക്ടറാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ ലെഫ്റ്റ് ഡോർ ആണെങ്കിലും റൈറ്റ് ഡോർ ആണെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെയായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ റൈറ്റ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ബട്ടൺ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഡോർ ഇത് ചെയ്യും. ഇതിൻ്റെ സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെയായിട്ടാണ് സാധിക്കുക. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇവിടെയായിട്ടുണ്ട്. ശരിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത്. പിന്നെ ഇതിനകത്ത് ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വന്നത്. ഓഡിയോ ഒന്നും ഇട്ട് സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല. മറ്റൊന്നെന്ന് വെച്ചാൽ റാപ്പ് അറൗണ്ട് 3 ലെയറായിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ പാനലാണ് ഇതിനകത്തേക്ക് കാണുന്നത്. ഇതിൻ്റെ 7 ഇഞ്ചസ് ഇങ്ങനെ വരുന്ന ഒരു രീതിയിൽ ആണ് ഇത് കാണുക. ഇത് ശരിക്കും അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 3 ലെയർ ആണെന്ന് പറയാം. ഓരോന്നും 7 ഇഞ്ചസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 21 ഇഞ്ചസ് വലിപ്പത്തിലുള്ള ഇങ്ങനെ കർവി ആയിട്ടുള്ള റാപ്പ് അറൗണ്ട്, അതായത്
ഡ്രൈവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ശരിക്കും ഇവിടെയായിട്ടൊരു സെൻട്രൽ പാനൽ കാണുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് AC കൺട്രോളിനൊക്കെ തന്നെ വേണ്ടിയിട്ടുള്ളതാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നു. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂൾഡ് കപ്പ് ഹോൾഡേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇവിടെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാം. ഇതിലേക്ക് വന്നിരിക്കുന്ന ഈ സീറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്പോർട്സ് കാറുകളിൽ സാധാരണ കാണുന്ന പോലത്തെ സീറ്റുകളാണ്. വൈ ഷേപ്ഡ് സീറ്റുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് ഒന്നും അഡ്ജസ്റ്റബിൾ അല്ല. വളരെ നല്ല ഒരു സീറ്റിംഗ് കംഫർട്ടാണ്. ഒരു രക്ഷയുമില്ലാത്ത ഒരു സൗന്ദര്യവും ഡിസൈൻ മികവുമാണ്. ഇതൊരു 2 ഡോർ വാഹനമാണ്. 2 സീറ്റർ ഇലക്ട്രിക് റോഡ്സ്റ്റർ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെയായിട്ട് കുറച്ച് യൂട്ടിലിറ്റി സ്പേസ് ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ബൂട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് MG സൈബസ്റ്ററിനുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആകും. ഇഷ്ടംപോലെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബൂട്ട് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജറൊക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത്യാവശ്യം 2 യാത്രക്കാർക്ക് വേണ്ട ഞാൻ അകത്ത ഒരു യൂട്ടിലിറ്റി സ്പേസ് കാണിച്ചു. ഇവിടെ ഇത്രയും ബൂട്ട് സ്പേസ്. എന്തായാലും ബൂട്ട് സ്പേസിൻ്റെ അളവ് അവരുടെ ബ്രോഷറുകളിലൊന്നും തന്നെ കാണിച്ചിട്ടില്ല. അപ്പം ഇനി ഈ വാഹനത്തിൻ്റെ ഡൈമെൻഷനെ കുറിച്ചിട്ട് കൂടി പറയാം. ഇതിൻ്റെ നീളം 4535 mm ആണ്. വീതി 1513 ആണ്. അതുപോലെ തന്നെ പൊക്കം 1329 ആണ്. ഞാൻ പറഞ്ഞു ലോ സ്റ്റാൻസിലുള്ള ഒരു വാഹനമാണ് ഇതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മികച്ച ഡ്രൈവിംഗ് അനുഭവമാണ് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ശരിക്കും ഈ വാഹനത്തിൻ്റെ കോർണറിങ് സ്റ്റെബിലിറ്റി അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് ഇംപ്രസ് ചെയ്യുന്ന ഒന്നാണ് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും പെർഫോമൻസും. ശരിക്കും ഒരു കംഫർട്ടബിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഹൈ സ്പീഡ് ക്രൂയിസിങ് ഒരുപാട് തരത്തിലുണ്ടായിരുന്നു. 185 കിലോമീറ്റർ സ്പീഡിലേക്ക് വരെ പോയി. അതുപോലെ തന്നെ 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡ് 3.2 സെക്കൻഡ്സ് കൊണ്ട് അച്ചീവ് ചെയ്യാനും പറ്റി. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സ്പീഡിൽ പോലും ഈ വാഹനത്തിൽ നമ്മൾ ഒരു രക്ഷയുമില്ലാത്ത ഒരു സ്റ്റെബിലിറ്റിയാണ്. അത് ഒരു നോർമൽ ഡേ ഡ്രൈവിനും അതേപോലെ തന്നെ ഇത്തരം ക്രൂയിസിങ്ങിനും ഒരേപോലെ അനുയോജ്യമായ ഒരു വാഹനമാണ്. എന്തായാലും ആരും ഇഷ്ടപ്പെട്ടു പോകും. എക്സൈറ്റ്മെൻറ്റും ഫണ്ണും ഒക്കെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും MG സൈബസ്റ്റർ സ്വന്തമാക്കാം. വളരെ പ്രൗഢമായ ഒരു റേസിംഗ് ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ എത്തിയ MG സൈബസ്റ്റർ ചേസിസ് ട്യൂണിംഗ് അതിൻ്റെ വളരെ സ്പെഷ്യലായിട്ട് നടത്തിയിരിക്കുകയാണ്. വളരെ റിജിഡായ ഒരു ആൻറ്റി റോൾ ബാറുകൾ ഇതിനകത്തേക്ക് വന്നു. പ്രിസൈസ് എഞ്ചിനീയറിംഗ് ബേസ് ആണ്. കോർണറിംഗ് ഡൈനാമിക്സ് അതുപോലെ തന്നെ ബ്രേക്കിംഗ് കേപ്പബിലിറ്റി ഒക്കെ എടുത്തു പറയുന്നു. 544 PS പവറും 725 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനത്തിനേക്ക് ഉള്ളത്. വളരെ ലോ സ്റ്റാൻസിലുള്ള ഒരു വാഹനമാണ്. റോഡ്സ്റ്റർ ആണ് MG സൈബസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രിക് സ്പോർട്സ് കാർ ഇന്ത്യൻ റോഡുകളിലൂടെ ഓഗസ്റ്റ് 10 മുതൽ ഇങ്ങനെ ചീറിപ്പായാൻ പോവുകയാണ്. ഇന്ത്യൻ റോഡുകളുടെ അവസ്ഥയും നമുക്കറിയാം. എന്നാൽ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് വാഹന നിർമ്മാതാക്കൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. വളരെ ചെറിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമേ ഈ വാഹനത്തിനുള്ളൂ എന്ന് തീർച്ചയായിട്ടും പറയാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോണിൻ്റെ ഒരു ഇത്രയും ഉള്ള ഒരു വലിപ്പം മാത്രം, അതായത് പൊക്കം മാത്രമേ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ. ഈ വാഹനം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കുണ്ടിലും കുഴിയിലും പോകാനല്ല. ഇലക്ട്രിക് വാഹനമാണ്, പെർഫോമൻസ് ബേസ്ഡ് വാഹനമാണ്, സ്റ്റൈൽ ഐക്കണാണ്, സ്റ്റാറ്റസ് സിമ്പലാണ്. അപ്പോൾ അത്തരക്കാർ നല്ല റോഡുകളിലൂടെ MG സൈബസ്റ്ററിനെ കൊണ്ടുപോകും എന്ന് വിചാരിക്കാം. അപ്പോൾ MG സൈബസ്റ്ററിനൊപ്പമുള്ള എല്ലാ വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ ഡൽഹിയിൽ നിന്നും ഗുഡ് ബൈ.